നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു തീമിനെയാണ് പരിചയപ്പെടുത്തുന്നത്. ആ ഒരു ബിസിനസ് സെക്ടർ ഭാവിയിലേക്ക് കുറച്ച് വളർച്ചയൊക്കെ കൈവരിച്ചേക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. ഈ സെക്ടർ പ്രീ എഞ്ചിനീയർഡ് ബിൽഡിങ്സ് ആണ്, PEBs. ഇന്ന് വളരെയധികം പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യയാണ്. നമുക്കറിയുന്ന പോലെ തന്നെ പണ്ടകാലം മുതലേ നമുക്ക് വളരെയധികം ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് ആകട്ടെ, ഇലക്ട്രിക് ബിൽഡിംഗ് ആകട്ടെ, അപ്പോൾ ഈ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മൾ RCC ബിൽഡിങ്സ് ആയിരുന്നു നമുക്ക് വളരെയധികം താല്പര്യമുണ്ടായിരുന്നതും പ്രചാരത്തിലുണ്ടായിരുന്നതും. റീഎൻഫോഴ്സ്ഡ് കോൺക്രീറ്റിൻ്റെ ഒരു വലിയൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കാനെടുക്കുന്ന കാലാവധിയാണ് ഒരു വലിയൊരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കെയിലബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയാം. സ്കെയിലബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബിൽഡിങ് കെട്ടിക്കഴിഞ്ഞിട്ട് ഇനിയിപ്പം അത് കുറച്ചൊന്ന് എക്സ്പാൻഡ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചൊന്ന് രൂപമാറ്റം വരുത്തണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര എളുപ്പം നടക്കുന്ന ഒരു കാര്യമല്ല. അതേസമയം പ്രീ എഞ്ചിനീയർഡ് ബിൽഡിങ്സിനെ സംബന്ധിച്ചാണെങ്കിൽ അത് താരതമ്യേന എളുപ്പമാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, സ്റ്റീൽ സ്ട്രക്ചറും ബോർഡുകളും എല്ലാം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നവയായതുകൊണ്ട് തന്നെ. പോരാത്തതിന് ഒരു റീലൊക്കേഷൻ വേണമെങ്കിൽ, ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എടുത്തുകൊണ്ട് പോകണമെങ്കിൽ RCC ബിൽഡിങ്സ് അസാധ്യമെന്ന് തന്നെ നമുക്ക് പറയാം. അതേസമയം പ്രീഫാബ് സ്ട്രക്ചേഴ്സ് അത് സാധിക്കും. കുറച്ച് ചിലവുണ്ടെങ്കിൽ പോലും 100% എന്തായാലും ബിൽഡിങ്ങുകൾ നഷ്ടപ്പെടുകയില്ല എന്നുള്ള സൗകര്യമുണ്ട്. രണ്ടാമത്തെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എടുക്കുന്ന സമയമാണ്. നമുക്കറിയുന്ന പോലെ തന്നെ ഒരു RCC ബിൽഡിങ് ആവശ്യത്തിനുള്ള ലേബറും മെറ്റീരിയലും ഒക്കെ കിട്ടുകയാണെങ്കിൽ പോലും ഒരു 1.5 വർഷം, 18 മാസം എന്ന് പറയുന്ന ഒരു കാലാവധി എന്തായാലും എടുക്കും. അതേസമയം പ്രീഫാബ് സ്ട്രക്ചേഴ്സ് 1-2 മാസങ്ങൾക്കുള്ളിൽ ആ ഒരു ബിൽഡിംഗ് തന്നെ മൊത്തം കമ്മീഷൻ ചെയ്യാൻ സാധിക്കും. പ്രീഫാബ് സ്ട്രക്ചറിൻ്റെ ഇന്ത്യയിലുള്ള ഒരു വളർച്ച PwC പ്രവചിക്കപ്പെടുന്നത് ഏകദേശം 26,700 കോടി രൂപയ്ക്ക് തത്തുല്യമായിട്ടുള്ളതാണ് 2030 കൂടി എന്നുള്ളതാണ്. ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ ഏകദേശം 5% മാത്രമേ ടോട്ടൽ കൺസ്ട്രക്ഷൻ്റെ അകത്ത് പ്രീഫാബ് സ്ട്രക്ചേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നുള്ളൂ. അതേസമയം ലോകമൊട്ടുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ ഏകദേശം 35 മുതൽ 40% വരുന്നത് പ്രീ എഞ്ചിനീയർഡ് സ്ട്രക്ചേഴ്സാണ്. പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് കുറച്ച് ഫാക്ടേഴ്സൊക്കെ അഥവാ കുറച്ച് നയങ്ങളൊക്കെ പ്രീ എഞ്ചിനീയർഡ് സ്ട്രക്ചേഴ്സിലേക്ക് മാറാൻ വേണ്ടിയിട്ട് വളരെയേറെ ബിസിനസ്സുകൾക്ക് നിർബന്ധിതമായി തീരുകയോ അഥവാ അത് സൗകര്യപ്രദമായി തീരുകയോ ചെയ്യും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ വളർന്നു വരുന്നുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് സ്ഫോടനാത്മകമായ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന E-commerceഉം ലോജിസ്റ്റിക്സും കമ്പനികളാണ്. ഇതിന് ഉപോത്ബലകമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ NLP പോലത്തെ പോളിസിയാണ്, നാഷണൽ ലോജിസ്റ്റിക്സ് പോളിസി. ഈ 2 കേസിൻ്റെ അകത്താണെങ്കിലും വെയർ ഹൗസുകൾ എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ വെയർ ഹൗസ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കമ്മീഷൻ ചെയ്തെടുക്കുക എന്നുള്ളത് ഇന്ന് ഇന്ത്യ മുൻകൂട്ടി കാണുന്ന ഒരു വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അതിനുള്ള ഒരു വലിയൊരു പരിഹാരം തന്നെയാണ് പ്രീ എഞ്ചിനീയർഡ് സ്ട്രക്ചേഴ്സ്. ഇന്ത്യയുടെ തന്നെ ഗതിശക്തി സ്കീം ആയിരുന്നു നാഷണൽ ലോജിസ്റ്റിക്സ് പോളിസിയുടെ ഇംപ്ലിമെൻറ്റേഷൻ ഫേസ്. വലിയൊരു പരിധിവരെ ട്രക്കുകളുടെ ഡൗൺ ടൈം കുറയ്ക്കുവാനും, ലോജിസ്റ്റിക്സ് ആണ് അഥവാ ചരക്കുകളുടെ മൂവ്മെൻ്റ് ആണ് ഒരു രാജ്യത്തിനെ സംബന്ധിച്ച് അതിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ വലിയൊരു പരിധിവരെ നിയന്ത്രിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവിനെ തുടർന്ന് UPIക്ക് തത്തുല്യമായിട്ട് ലോജിസ്റ്റിക്സ് പാർട്ട്നേഴ്സിനെ ആശ്രയത്വമില്ലാത്ത ട്രക്കുകൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ സ്കീം. അപ്പോൾ ഒരു പ്രത്യേക സാധനം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് എങ്കിൽ ഈ ഒരു ട്രക്ക് നിറയാൻ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല, ഫുൾ ലോഡിന് വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അതിനു പകരം പോകുന്ന വഴിക്കുള്ള ഏറ്റവും അടുത്തുള്ള നോഡൽ പോയിന്റിൻ്റെ അകത്തേക്ക് ആ ഒരു വെയർ ഹൗസിലേക്ക് ഉള്ള ലോഡുമായിട്ട് പോവുകയും ആ ഒരു പ്രത്യേക ലോഡ് ആ ഒരു വെയർ ഹൗസിൽ അൺലോഡ് ചെയ്തിട്ട് യാത്ര തുടരുകയും ചെയ്യും. അവിടുന്ന് ഇതേപോലെ തന്നെ വേറെ ട്രക്കുകൾ വരുന്നുണ്ടാകാം, അവയിൽ ലോഡ് ചെയ്തിട്ട് പോവുക. അപ്പോൾ ഇത്തരത്തിലുള്ള വെയർ ഹൗസുകൾ സർവ്വസാധാരണമായിട്ട് എല്ലായിടത്തും വേണ്ടതിൻ്റെ ഒരു ആവശ്യകത, അതാണ് ഇന്നത്തെ രീതിയിൽ നമ്മൾ ഈ ഒരു പ്രീ എഞ്ചിനീയർഡ് സ്ട്രക്ചേഴ്സിന് വളരെയധികം ഗുണകരമായിരിക്കും എന്ന് കരുതപ്പെടുന്നത്. അപ്പോൾ പ്രീ എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമേറ്റഡ് വെയർ ഹൗസുകൾ എന്ന് പറയുന്ന ഒരു ഭാഗവും കൂടിയുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു അധ്യായത്തിൽ പ്രതിപാദിക്കാം. മറ്റൊന്നുള്ളത് ഇന്ത്യ ഗവൺമെൻറ്റിന് തന്നെ ഗ്രീൻ ബിൽഡിംഗ് ഇനിഷ്യേറ്റീവ്സ് ആണ്, അതായത് റീസൈക്ലബിൾ ബിൽഡിങ്സ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഭാവിയിൽ RCC ബിൽഡിങ്ങുകൾക്ക് അധികമായിട്ടുള്ള ഒരു സെസ്സോ ഒക്കെ വന്നേക്കാം. പ്രത്യേകിച്ച് കുറച്ച് കാലം കഴിഞ്ഞ് ലൈഫ് സൈക്കിൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് തകർത്തിട്ട് ഡിസ്പോസ് ചെയ്യണം എന്നുള്ള രീതിയിൽ. പക്ഷേ പ്രീ എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സിനെ സംബന്ധിച്ചാണെങ്കിൽ മിക്ക റോ മെറ്റീരിയൽസും റീസൈക്കിളബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ പ്രീ എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സിൻ്റെ അകത്തേക്ക് ചിലവ് കുറഞ്ഞതും സമയം ലാഭവുമുള്ള ഒരു മേഖല എന്ന രീതിയിലേക്ക്
ഇൻഡസ്ട്രിയും ചിലപ്പോൾ ഡൊമസ്റ്റിക് സെക്ടറും തന്നെ മാറിയേക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റാ സെൻറ്ററുകളുടെ ആവിർഭാവമാണ്. ഈ ഡാറ്റാ സെൻറ്റർ ബൂമിൻ്റെ അകത്ത് പല ഹൈപ്പർ സ്കെയിൽ ഓപ്പറേറ്റേഴ്സും പ്രീ എഞ്ചിനീയറിംഗ് ഫാബ്രിക്കേറ്റഡ് കൺസ്ട്രക്ഷനിലേക്ക് തിരിഞ്ഞതായിട്ട് നമുക്കിന്ന് കാണാൻ കഴിയും. ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ അടുത്തൊരു 6 വർഷത്തിനുള്ളിൽ നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഏകദേശം 75,000 കോടി രൂപയുടെ ഡാറ്റാ സെൻറ്റർ കാപ്പക്സ് ആണ്. അപ്പോൾ ഇവയിൽ ഒരു 50% എങ്കിലും പ്രീ എഞ്ചിനീയർഡ് ഫാബ്രിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നൽകുന്ന ആ ഒരു സെക്ടറിൻ്റെ അവസരങ്ങൾ ചില്ലറയല്ല. നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ കോൾഡ് സ്റ്റോറേജ് എക്സ്പാൻഷനാണ്. കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ നമ്മൾ കണ്ടു കോൾഡ് സ്റ്റോറേജ്, അതിനു വേണ്ടിയിട്ട് സർക്കാർ എന്തുമാത്രം ഫണ്ടുകൾ നീക്കിയിരിക്കുന്നു എന്നുള്ളത്. വെയർഹൗസ് പോലെ തന്നെ കോൾഡ് സ്റ്റോറേജും പ്രീഫാബ് എഞ്ചിനീയറിങ്ങിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം നൽകുന്ന കാര്യമാണ്. പ്രീ എഞ്ചിനീയർഡ് സ്ട്രക്ചർ രംഗത്ത് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികൾ, ഇതിനു വേണ്ടിയിട്ട് മാത്രം ഇരിക്കുന്ന കമ്പനികളുടെ എണ്ണം കുറവാണ്. പക്ഷേ എങ്കിൽ പോലും മറ്റ് എഞ്ചിനീയറുകളുടെ കൂട്ടത്തിൽ ഇവയും നടത്തുന്ന കമ്പനികളാണ് വളരെ കൂടുതലുള്ളത്. ജിൻഡാൽ ഉൾപ്പെടെ, അല്ലെങ്കിൽ പെന ഇൻഡസ്ട്രീസ്, അതേസമയം ഇൻ്റർആർക്ക് ബിൽഡിംഗ് സൊല്യൂഷൻസ്, എവറസ്റ്റ് മുതലായവയൊക്കെ ഈ പ്രീ എഞ്ചിനീയറിംഗ് ബിൽഡിങ്സിൻ്റെ അകത്ത് മാത്രം സ്പെഷ്യലൈസ് ചെയ്യപ്പെട്ടവയാണ്. അടുത്തതായിട്ട് എന്തൊക്കെയാണ് വെല്ലുവിളികളെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ റെഗുലേറ്ററി നോംസ് തന്നെയാണ്. നമുക്കറിയുന്ന പോലെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് എന്ത് കാര്യങ്ങളും ഒന്ന് നോർമലൈസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ബിൽഡിംഗ് കോഡ്സ്, ഫയർ സേഫ്റ്റി നോംസ്, സ്ട്രക്ചറൽ സ്റ്റാൻഡേർഡ്സ്, ഇപ്പോൾ IS 800 അല്ലെങ്കിൽ IS 875, IS 1893, ഇതുപോലാത്ത തന്നെ എൻവയോൺമെൻറ്റൽ അപ്രൂവൽസ്, ഇവയെല്ലാം സ്റ്റേറ്റ് മുതൽ സ്റ്റേറ്റ് വരെ ഓരോ സ്റ്റേറ്റ് കൂടും മാറി മാറിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു പ്രശ്നം പ്രത്യേകിച്ച് വലിയ ഇൻഡസ്ട്രിയൽ സ്ട്രക്ചറിനെ സംബന്ധിച്ച് പല സ്റ്റേറ്റുകളിലും കൺസ്ട്രക്ഷന് ഇതൊരു ചെറിയൊരു പ്രശ്നമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ചില സ്റ്റേറ്റുകളിൽ ഏകദേശം 15% പ്രോപ്പർട്ടി ടാക്സ് റിബേറ്റ് നൽകുന്നുണ്ട്. കാരണം PEB ഒരു ഗ്രീൻ ബിൽഡിംഗ് ഇൻസെൻറ്റീവ്സിന് അർഹമാണ് ഉള്ള ഒരു രീതിയിൽ. അതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞത് തന്നെയാണ്. മറ്റൊന്നുള്ളത് കസ്റ്റമർ ആക്സെപ്റ്റൻസ് തന്നെയാണ്. നമുക്കറിയുന്ന പോലെ തന്നെ മാറ്റങ്ങൾക്ക് നമ്മൾ എപ്പോഴും കുറച്ച് പിന്നോക്കമാണ്, അതിന് കുറച്ച് സമയമെടുക്കും. മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത് കമ്മോഡിറ്റി പ്രൈസിലുള്ള വ്യത്യാസം തന്നെയാണ്. കാരണം പ്രീ എഞ്ചിനീയർഡ് ഫാബ്രിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് മിക്കതും ഒരു പ്രൈസ് റെസ്ട്രിക്ഷനോ ഒന്നും ഇല്ലാത്തതാണ്. സിമെൻറ്റ് പോലെയോ അല്ലെങ്കിൽ സ്റ്റീൽ പോലെയോ ഒന്നും ഇല്ലാത്തതാണ്. മിക്കതും ഒരു ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ആയിട്ട് മാത്രം കണക്ക് കൂട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലുള്ള ഒരു പ്രൈസ് വോളറ്റിലിറ്റി വളരെ കൂടുതലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്നുള്ളത് ലേബറാണ്. വഴി കാണുന്ന മേസനെയൊക്കെ വിളിച്ചിട്ട് ചെയ്യുന്നത് പോലെ ചെയ്യാൻ കഴിയില്ല. കുറച്ച് സ്കിൽഡ് മാൻ പവർ വേണം. അപ്പോൾ ഇത്രയും സ്കിൽഡ് മാൻ പവർ ഈ പറഞ്ഞതുപോലെ ഡിമാൻഡിന് മാത്രം ഉണ്ടായി വരുന്നുണ്ടോ എന്നുള്ള വലിയൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം RCC ബിൽഡിങ്ങിൻ്റെ അകത്തുള്ള ലേബേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കാലാകാലങ്ങളായിട്ട് നിലനിന്ന ഒരു സെക്ടർ ആയതുകൊണ്ട് തന്നെ അതിന് വളരെയധികം ലേബേഴ്സിന് നമുക്ക് കിട്ടും. മറ്റൊന്നുള്ളത് സാധാരണ ഫാബ്രിക്കേഷൻ യൂണിറ്റുകൾ, PEBയിൽ സ്പെഷ്യലൈസ് ചെയ്യാത്ത സാധാരണ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കാണുന്ന ഇൻഡസ്ട്രീസ് എന്നൊക്കെ പറയുന്ന അവർ ഉണ്ടാക്കുന്ന ചില സ്ട്രക്ചേഴ്സ്, ഇതിന് വേണ്ടത്ര ക്വാളിറ്റിയോ അല്ലെങ്കിൽ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിയോ ഒന്നും ഉണ്ടാകില്ല. പക്ഷേ എങ്കിൽ പോലും ആ ഒരു സ്ട്രക്ചർ അവിടെ ഉണ്ടാകും. ലോ കോസ്റ്റിന് അവർ ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് തന്നെ വലിയൊരു രീതിയിലുള്ള ബിസിനസ്സുകളൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യത വലിയ കമ്പനികൾക്കുമുണ്ട്. മറ്റൊന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഇന്ത്യയിൽ കാര്യമായിട്ടുള്ള ഒരു വെല്ലുവിളിയായിട്ട് തോന്നുന്നില്ലെങ്കിൽ കൂടിയും യൂറോപ്പിൽ പലയിടത്തും വെല്ലുവിളിയായിട്ട് വരുന്ന 3D പ്രിൻറ്റിങ്, അപ്പോൾ അതുപോലത്തെ ടെക്നോളജിയൊക്കെ നമ്മുടെ സാധാരണ ഈ PEB മാനുഫാക്ചറിങ്ങിൽ ഉള്ള കമ്പനികളെ കുറച്ചൊന്ന് ഡിസ്റപ്റ്റ് ചെയ്യുന്നൊരു കാര്യങ്ങളാണ്. ഈ കമ്പനികൾ അത്തരം ഉള്ള ടെക്നോളജീസിൻ്റെ അകത്തേക്ക് മാറേണ്ടതായിട്ടുള്ള ആവശ്യകതയാണ് ഇത് വിളിച്ചോതുന്നത്. അടുത്തായിട്ട് നിക്ഷേപകരെ സംബന്ധിച്ചാണ്. ഇതിൻ്റെ അകത്ത് നിക്ഷേപിക്കാമോ എന്തോ അല്ലെങ്കിൽ അതിൻ്റെ സ്കോപ്പ് എന്താണോ എന്നുള്ളതാണ്. നിക്ഷേപിക്കുന്നതിൻ്റെ അകത്ത് വലിയ തെറ്റില്ല. പക്ഷേ നിങ്ങൾ ഒരു 3 മാസം 6 മാസം എന്ന് പറയുന്ന ഒരു നിക്ഷേപ കാലാവധി ആണെങ്കിൽ ഇത് എത്രത്തോളം റിട്ടേൺസ് നൽകുന്നു എന്നുള്ളത് അത് ഈ കമ്പനികളുടെ ടെക്നിക്കൽസിനെ മാത്രം ആധാരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അതേസമയം ഒരു 2 മുതൽ 5 വർഷം വരെയുള്ള കാലാവധിയിലേക്ക് ഇത്തരത്തിലുള്ള PEB കമ്പനികൾക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ വളർന്നു വരുന്ന ഒരു സെക്ടർ അതായതുകൊണ്ട് തന്നെ മിക്കവാറും മോശമില്ലാത്ത ഒരു റിട്ടേൺസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രീ എഞ്ചിനീയർഡ് ബിൽഡിങ്സിനെ നമുക്ക് ഡാറ്റാ സെൻറ്ററിൻ്റെയോ വെയർഹൗസ് എക്സ്പാൻഷൻ്റെയോ നാഷണൽ ലോജിസ്റ്റിക്സ് പോളിസിയുടെ ബെനിഫിഷ്യറി ആയിട്ടോ ഒക്കെ കാണാവുന്നതാണ്. അതിൻ്റെ എല്ലാം ബെനിഫിറ്റ് ലഭിക്കുന്ന ഒരു മേഖലയായിട്ട്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.